കണ്ണൂർ. ഈ മണ്ണിൽ ചരിത്രവും ഐതിഹ്യ കഥകളും വേർതിരിച്ചറിയാനാവാത്ത വിധം കെട്ടുപിണഞ്ഞു കിടക്കുന്നു. പ്രോജ്വലമായ ഗതകാല സ്മരണകൾ മൗനത്തിന്റെ വാൽമീകത്തിൽ പൊതിഞ്ഞ് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന മഹാനഗരമാണ് കണ്ണൂർ. പ്രകൃതിയുടെയും ചരിത്രത്തിന്റെയും സുഹൃതാക്ഷരങ്ങൾ കാറ്റിൽ ലയിച്ച് സാന്ദ്രമാകുന്ന കണ്ണൂരിന്റെ സാഗരതീരങ്ങൾ, പുഴകൾ, പച്ചപുതച്ച നെൽപ്പാടങ്ങൾ, നിബിഡമായ കേരവൃക്ഷത്തോട്ടങ്ങൾ ഈ നാടിന് പ്രകൃതിരമണീയമായ ദൃശ്യപശ്ചാത്തലമൊരുക്കിയിരിക്കുന്നു. വിനോദസഞ്ചാരികളുടെ സ്വപ്ന തീരമായ പയ്യാമ്പലം കടൽ തീരം. സുഖവും ദുഃഖവും ജീവിതത്തിന്റെ രണ്ട് ഭിന്ന മുഖങ്ങളാണ്. പയ്യാമ്പലം കടപ്പുറത്ത് വിശ്രമവേളകൾ ആഘോഷിക്കുവാനെത്തുന്നവരും ബന്ധുക്കളുടെ ശവദാഹത്തിന് സാക്ഷികളായി എത്തുന്നവരും ഒരുപോലെ ഈ കടപ്പുറത്ത് കാണാം. വഴിയമ്പലം എന്ന പേരിലറിയപ്പെട്ട ചുടുകാട്. ചിറക്കൽ കോവിലകത്തിന്റെയും പിന്നീട് അറക്കൽ രാജസ്വരൂപത്തിന്റെയും ഒപ്പം പൊരുതി നിന്ന മുരുക്കഞ്ചേരി കണ്ണൂത്ത് കേളു എന്ന ഇതിഹാസ പുരുഷൻ ബ്രിട്ടീഷുകാരന്റെ വെടിയേറ്റ് മരിച്ചു വീണത് പയ്യാമ്പലം കുന്നിന്മേലാണ്. ഗതകാല ചരിത്രത്തിന്റെയും ഇതിഹാസങ്ങളുടെയും ഭണ്ഡാരപ്പുരകളായി ഇന്നും അവശേഷിക്കുന്ന ചരിത്ര സ്മാരകമാണ് അറക്കൽ രാജസ്വരൂപത്തിന്റെ അറക്കൽ കെട്ട്. ചിറക്കൽ കോവിലകത്തു നിന്നും അറക്കൽ ബീവിയായി വന്ന തമ്പുരാട്ടിയുടെ ചരിത്രത്തിന്റെ കാണാപ്പുറങ്ങൾ. ചേരമാൻ പെരുമാളിന്റെ പരമ്പരയിൽ നിന്നും കോലത്തിരി രാജവംശത്തിന്റെ ഉൽപ്പത്തി ചിറക്കൽ കൊട്ടാരത്തിൽ നിന്നാണത്രേ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച ഹിന്ദു മുസ്ലിം മതമൈത്രിയുടെ ജീവിച്ചിരിക്കുന്ന പ്രതീകങ്ങളാണ് അറക്കൽ ചിറക്കൽ രാജസ്വരൂപങ്ങൾ. 14-ാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച ഇബ്നു ബത്തൂത്ത സമൃദ്ധിയുടെ നാട് എന്നറിയപ്പെട്ടിരുന്ന വളപട്ടണം സന്ദർശിച്ചിരുന്നു. ബദ്ഫത്തൻ എന്നാണ് അദ്ദേഹം വളപട്ടണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വളപട്ടണത്തിന്റെ വാണിജ്യ പ്രസക്തി വിശ്വപ്രസിദ്ധമാണ്. പ്രകൃതിദത്തമായ തുറമുഖം എന്ന നിലയിൽ അഴിമുഖം പഴയകാലത്ത് സജീവമായിരുന്നു. മൂഷിക വംശകാവ്യത്തിൽ പ്രധനാ നദി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വളപട്ടണം പുഴ കർണാടകയിലെ കൊടക് ജില്ലയിൽ നിന്നും ബ്രഹ്മഗിരി പുഴ വഴി പടിഞ്ഞാറോട്ടൊഴുകി കുപ്പം നദിയോട് സന്ധിച്ച ശേഷം ഈ പുഴ അറബിക്കടലിൽ ലയിക്കുന്നു. ഹിജ്റ 100-ൽ ഹസ്രത്ത് അബൂബക്കറിന്റെ പിന്തുടർച്ചക്കാരനായിരുന്ന ഹസ്രത്ത് മുഹമ്മദ് അറേബ്യ രാജ്യത്തു നിന്നും മതപ്രബോധനത്തിനായി വളപട്ടണത്തെത്തുകയുണ്ടായി. അദ്ദേഹം ഇവിടെ കക്കുളങ്ങര പള്ളി പണി ചെയ്തതായും പറയപ്പെടുന്നു. 1300 വർഷങ്ങൾ പഴക്കമുണ്ടത്രേ ഈ പള്ളിക്ക്. ഹസ്രത്ത് മുഹമ്മദിന്റെ പിൻഗാമികളാണ് വളപട്ടണത്തെ തങ്ങൾമാരെന്ന് പറയപ്പെടുന്നു. ഈ തങ്ങൾ പരമ്പര പാണക്കാട്ട് വരെ നീളുന്നു. ക്ഷേത്രങ്ങളിൽ പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുവാൻ കോലത്തിരി രാജാവ് ഭട്ടാചാര്യ വിഭാഗത്തിൽപ്പെട്ട പൂജാരികളെ കാശ്മീരിൽ നിന്നും ബംഗാളിൽ നിന്നും ഇവിടെ കൊണ്ടുവരികയുണ്ടായി. അവരുടെ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണ് വളപട്ടണത്തെ പിടാരന്മാർ. ശാക്തേയ വിധി എന്ന പൂജാക്രമമനുഷ്ഠിക്കുന്ന പിടാരരുടെ ചരിത്രത്തിന്റെ കാണാപ്പുറങ്ങളിലേക്ക്. കേരളത്തിലെത്തിയ പോർച്ചുഗീസ് പ്രമാണിയായ ഫ്രാൻസിസ്കോ അൽമേഡ കണ്ണൂരിൽ സെന്റ് ആഞ്ചലോസ് കോട്ടയ്ക്ക് അടിത്തറ പാകി. അനന്തമായ അലയാഴിയുടെ
നിതാന്ത ഗംഭീര തരംഗഘോഷങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള ഈ കോട്ടയുടെ ഗതകാല